ഹായ് ഫ്രണ്ട്സ്, ഫോണിനകത്ത് ഒരു ഭൂതക്കണ്ണാടി ഒളിഞ്ഞുകിടപ്പുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അറിയില്ല എങ്കിൽ ഈ വീഡിയോ നിങ്ങളെ അത് കണ്ടുപിടിക്കുവാൻ തീർച്ചയായും സഹായിക്കും. ഇതിനെപ്പറ്റി ഓൾറെഡി അറിയുന്നവരാണെങ്കിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് എൻ്റെ വാട്സപ്പിനകത്തുള്ള ഒരു ഇമേജാണ്. ഈ ഇമേജ് സൂം ചെയ്ത് നോക്കുവാനായിട്ട് ഒന്നുകിൽ നമ്മൾ അതിനെ 3 തവണ ടാപ്പ് ചെയ്ത് സൂം ചെയ്യും, അഥവാ ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് സൂം ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ 2 വിരൽ വെച്ച് സൂം ചെയ്യും. ശരിയല്ലേ? എന്നാൽ ഇമേജിന് പകരം അത് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആണ് എങ്കിൽ നമുക്കതിനെ ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് സൂം ചെയ്യുവാനോ അല്ലെങ്കിൽ ഫിംഗേഴ്സ് ഉപയോഗിച്ച് സൂം ചെയ്യുവാനോ സാധിക്കുന്നതല്ല. അത്തരം സാഹചര്യങ്ങളിലാണ് ഫോണിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ആ ഭൂതക്കണ്ണാടി നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പുള്ളിക്കാരൻ എവിടെയാണ് ഒളിഞ്ഞു കിടക്കുന്നത് എന്നും അയാളെ എങ്ങനെ എനേബിൾ ചെയ്യാം എന്നും നോക്കാം. അതിനായി നമുക്ക് നേരെ സെറ്റിംഗ്സിലോട്ട് പോകാം. സെറ്റിംഗ്സിനകത്ത് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവിടെ മാഗ്നിഫിക്കേഷൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസ് ലഭിക്കും. ഇവിടെ ഈ ട്രിപ്പിൾ ടാപ്പ് സ്ക്രീൻ ടു മാഗ്നിഫൈ എന്നുള്ളത് ഡീഫോൾട്ടായി ഓഫായി കിടക്കുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് അതിനെ ഓൺ ചെയ്യുക. ഡൺ. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ നമ്മൾ ഒളിഞ്ഞു കിടന്നിരുന്ന മാഗ്നിഫയറിനെ ഇനേബിൾ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ചെക്ക് ചെയ്യാം. തിരിച്ച് നമ്മൾ പഴയ അതേ വാട്സാപ്പ് മെസ്സേജിലേക്ക് പോകുന്നു. ഇനി നമ്മുടെ ഈ ടെക്സ്റ്റ് മെസ്സേജ് മാഗ്നിഫൈ ചെയ്ത് വായിക്കുവാനായിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ട്രിപ്പിൾ ടാപ്പ് ചെയ്യുക. കണ്ടല്ലോ, ഈ മെസ്സേജ് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം സൂം ചെയ്ത് വായിക്കുവാൻ പറ്റുന്നതാണ്. തിരിച്ച് സൂം ഔട്ട് ചെയ്യുവാനായിട്ട് ഒരു തവണ കൂടി ട്രിപ്പിൾ ടാപ്പ് ചെയ്യുക. ഈ ഓപ്ഷൻ വാട്സാപ്പ് മെസ്സേജുകളിൽ മാത്രമല്ല, മെയിലിനകത്തും ഏതെങ്കിലും ഒരു വെബ്സൈറ്റിനകത്തും ചെറിയ ഫോണ്ട് സൈസിലുള്ള ടെക്സ്റ്റ് സൂം ചെയ്ത് വായിക്കുവാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൻ്റെ ഏതൊരു ഏരിയയിലും ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ ആ ഒരു ഏരിയ വളരെ വ്യക്തമായി സൂം ചെയ്ത് കാണുവാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം തന്നെ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക.